തൃശൂർ ചാഴൂരിൽ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളിലും പരാതികളിലും കൃത്യമായ പരിഹാര നടപടികൾ ഉണ്ടാകുമെന്നും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് ജനകീയ തലത്തിൽ സഹകരണം ആവശ്യമെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. ആലപ്പുഴ മാന്നാർ ആറ്റിന് സമീപം കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുട്ടമ്പേരൂർ സ്വദേശി അഭിജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സ്കൂബ ടീമിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടുകിട്ടിയത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്ത്രീധന പീഡന കേസിലെ പ്രതി വർഷങ്ങൾക്കു ശേഷം പിടിയിൽ. കളമശ്ശേരി സ്വദേശി ചിംജിത്താണ് പിടിയിലായത്. 2017 മുൻ ഭാര്യ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതി പിടിയിലായത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം വിളവൂർക്കലിൽ വില്ലേജ് ഓഫീസിന്റെ ഫ്യൂസ് ഊരി വൈദ്യുതി വകുപ്പ്. ഏകദേശം 33,000 രൂപയുടെ കുടിശ്ശിക ഉണ്ടെന്നാരോപിച്ചാണ് നടപടി. കരാറുകാരൻ പണം കൊടുത്ത് മീറ്റർ മാറ്റി സ്ഥാപിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തൃശൂർ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിൽ ദേശീയ പതാകയുടെ മാതൃക നിർമ്മിച്ചു. ഉപയോഗശൂന്യമായ കുപ്പികളിൽ പതാകയുടെ നിറം കലർത്തിയ വെള്ളം നിറച്ചാണ് പതാകയുടെ മോഡൽ നിർമ്മിച്ചത്. വയനാട് ദുരന്തത്തിൽ തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധികൾ സംഭാവന നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 15,500 രൂപയാണ് സംഭാവന നൽകിയത്. പഞ്ചായത്ത് ജനപ്രതിനിധികൾ മുൻ വൈസ് പ്രസിഡന്റ് ഗോവിന്ദനിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. പരിസ്ഥിതി സംരക്ഷണം ജീവിതശൈലിയാക്കണമെന്ന് ഡോക്ടർ ദിനേശ് കർത്ത. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യൻ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെന്നും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് യുവതലമുറ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൃശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ NIFAയുടെ പ്രവർത്തന ഉദ്ഘാടനം ദിനേശ് കർത്ത നിർവഹിച്ചു. കോട്ടയം അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജിൽ പ്രവർത്തനോദ്ഘാടനവും കെമിസ്ട്രി വിഭാഗത്തിൽ ഏർപ്പെടുത്തിയ എൻഡോൺമെന്റ് അവാർഡുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ പാലാ സെന്റ് തോമസ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കരകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ റേഡിയോ സ്ഥാപിച്ചു. ഓൾ ഇന്ത്യ റേഡിയോ അവതാരകൻ തുളസീദാസ് പരമേശ്വർ ഉദ്ഘാടനം ചെയ്തു. റേഡിയോയുടെ ലോഗോ പ്രകാശനവും കുട്ടികളുടെ റേഡിയോ പ്രോഗ്രാമും ചടങ്ങിൽ നടന്നു. കൊല്ലത്ത് കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. തെന്മല സ്വദേശി ലക്ഷ്മണനാണ് അറസ്റ്റിലായത്. തെന്മല SI പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.